ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കാം എന്ന ഒരു റഫറൻസ് ഗ്രന്ഥത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മീഡിയ ഡെയിലി. ഈ പരിപാടിയിൽ പങ്കുചേരുവാൻ നിങ്ങൾക്കും അവസരമൊരുക്കിയിരിക്കുന്നു. ഇന്നത്തെ പല സംഭവങ്ങളുമാണ് നാളെ ചരിത്രമായി മാറുക. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വന്ന് കച്ചവടം നടത്തിയ അറബികളെയും പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെയും എല്ലാം പുതുതലമുറ ചരിത്രമായി പഠിക്കുന്നത് പോലെ നമുക്കിടയിലെ ബിസിനസ്സുകാരെയും വേറിട്ട വ്യക്തിത്വങ്ങളെയും വരും തലമുറക്ക് ഒരു പ്രചോദനമാകും വിധത്തിലുള്ള ഒരു ഗ്രന്ഥം. മിഠായി തെരുവും ഗോൾഡ് സൂക്കും ഫർണിച്ചർ ഹബും കേരളത്തിലെങ്ങാളുമായി പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ സംരംഭങ്ങളെക്കുറിച്ചും കേരളത്തിലെ പ്രമുഖ ബിസിനസ്സുകാരും വേറിട്ട വ്യക്തിത്വങ്ങളുമായി നടത്തുന്ന അഭിമുഖങ്ങൾ ഈ തലമുറക്കാർക്കും വരും കാലങ്ങളിലുള്ളവർക്കും ഒരുപോലെ ഉപകരിക്കാവുന്ന ഒരു റഫറൻസ് ഗ്രന്ഥം. ഡിജിറ്റൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും എസ് കെ പൊറ്റക്കാട് പറഞ്ഞതുപോലെ ഒരു തെരുവിൻ്റെ കഥ. ചരിത്രപ്രസിദ്ധമായ മിഠായി തെരുവ് പഴമയുടെ ഓർമ്മകളും പുതുതലമുറയുടെ അനുഭവങ്ങളും വരും തലമുറകൾക്ക് പ്രചോദനമാകും വിധം ഈ തെരുവിൻ്റെ കഥ പറയുകയാണ് മീഡിയ ഡെയിലി. 500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. പഴമയുടെയും പുതുമയുടെയും ഓർമ്മ പങ്കുവെക്കുന്ന CPA സ്റ്റോഴ്സ്. വർഷത്തിലേറെയായി ശിരസ്സുയർത്തി നിൽക്കുന്ന രാധാ തിയേറ്ററും തലമുറകൾ കൈമാറി രുചി പകരുന്ന ആര്യഭവനും തെരുവിൻ്റെ മുഖച്ഛായയുടെ മാറ്റം ഉൾക്കൊണ്ടുകളും മാറിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഈ തെരുവ് ഒരു ജനസാഗരമായി മാറും. ഈ സമയങ്ങളിൽ ഇവിടെ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഈ തലമുറയിലെ പുതിയ ബിസിനസ്സുകാരായിട്ടുള്ള പല ബിസിനസ്സുകാരും മീഡിയ ഡെയിലിയുമായി അവരുടെ അനുഭവം പങ്കുവച്ചു. തെരുവിനോട് തൊട്ടടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ മാനഞ്ചിറ മൈതാനവും ഈ തെരുവിൻ്റെ കഥയിൽ ഇടം പിടിച്ചിട്ടുണ്ട്.